കൊച്ചിയിൽ വീണ്ടും കനത്ത മഴ. കല്ലൂർ, ഇടപ്പള്ളി, കടവന്ത്ര എന്നിവിടങ്ങളിൽ റോഡുകൾ വെള്ളത്തിനടിയിലായി. പലയിടങ്ങളിലും വെള്ളക്കെട്ട് രൂക്ഷം. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി എ.ടി. അശ്വതി ചേരുന്നുണ്ട്. അശ്വതി, കനത്ത മഴ തുടരുകയാണ്. ഏതൊക്കെ തരത്തിലുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ നൽകിയിട്ടുണ്ടോ? കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? ആതിര, ഇപ്പോൾ പൊടുന്നനെ ഏകദേശം ഒരു ദിവസം അത്ര വലിയ മഴയുണ്ടായിരുന്നില്ല. പക്ഷേ വീണ്ടും കൊച്ചിയിൽ കനത്ത മഴ ആരംഭിച്ചിരിക്കുകയാണ്. ആദ്യ 2 മണിക്കൂർ മഴ പെയ്തപ്പോഴേക്കും തന്നെ, ഏകദേശം 1 മണിക്കൂർ ആയപ്പോഴേക്കും തന്നെ കൊച്ചിയിലെ വിവിധ മേഖലകൾ വലിയ വെള്ളക്കെട്ടിലായി. നമുക്ക് മുന്നിൽ കാണുന്നത് എടപ്പള്ളിയാണ്. എടപ്പള്ളിയിലെ റോഡാണ്. ഈ റോഡ് വലിയ വെള്ളക്കെട്ടാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. ആളുകൾക്ക് കൃത്യമായി വാഹനം ഓടിക്കാനൊന്നും പറ്റാത്ത സ്ഥിതിയാണുള്ളത്. ഇത് മെയിൻ റോഡാണ്. മെയിൻ റോഡിൽ മാത്രമല്ല, ഇതിന് സമീപമുള്ള പോക്കറ്റ് റോഡുകളിലും ഇതിലും ഗുരുതരമായ അവസ്ഥയാണുള്ളത്. ഈ റോഡ് പൂർണ്ണമായും മുങ്ങി എന്ന് തന്നെ പറയേണ്ടി വരും. മാത്രമല്ല, ഇവിടെ ആളുകൾക്ക് വാഹനം ഓടിക്കാൻ സാധിക്കാത്തതിനാൽ ആളുകൾ തൊട്ടടുത്തുള്ള കടകളുടെയൊക്കെ പാർക്കിംഗ് ഏരിയയിലേക്ക് തന്നെ മാറ്റിയിരിക്കുകയാണ്. തീർച്ചയായും ടൂ വീലറുകളൊന്നും ഒട്ടും തന്നെ ഓടിക്കാൻ സാധിക്കുന്നില്ല. ഇവിടെ നമുക്ക് അടുത്ത് കുറച്ച് ആളുകളുണ്ട്. അവരോട് നമുക്കിതിന്റെ വിശദാംശങ്ങൾ എന്തായാലും ചോദിക്കാം. അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ ചോദിക്കാം. എങ്ങനെയാണ് ഇപ്പോൾ? അല്ല, ഞങ്ങളുടെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന പോസ്റ്റ് ഓഫീസിൽ അവിടെ വെള്ളം കയറിയോണ്ട് തിരിച്ചിങ്ങോട്ട് വന്നാ. അതുകൊണ്ട് ഇങ്ങോട്ട് കയറ്റി വെച്ചതേ ഉള്ളൂ. വരുന്ന വഴിക്ക് ഞാൻ ട്രെയിനാണ് വന്നത്, വഴിയില്ലായിരുന്നു. ചേട്ടാ, എങ്ങനെയാ മഴ? മഴ ശക്തിയായ മഴയാണ്. ശരിക്കും ഇപ്പോൾ ഈ കാണ എല്ലാം അടഞ്ഞു കിടക്കുകയാണ്. മറ്റേ സ്ലാബ് ഇട്ട് മൂടിയാലും വെള്ളം പോകാനുള്ള ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അതൊരു പിറ്റുവല കെട്ടിക്കൊടുത്ത് വെള്ളം റോട്ടിൽ നിന്ന് കാണകൾ വഴി ഒഴുകാനുള്ളൊരു സംവിധാനം നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് ഇത്രയും ബ്ലോക്ക് ഉണ്ടാകുന്നത്. യാത്ര ചെയ്ത് വരില്ലേ? വരുന്ന വഴിക്കൊക്കെ ഇതുപോലെ നല്ല വെള്ളമാണ്. വണ്ടി അത് കാരണം ഇപ്പോൾ ഞാൻ ഇവിടെ വണ്ടി കയറ്റി വെച്ചിട്ട് നിൽക്കാൻ വീട്ടിൽ പോകാൻ നിർത്തിയില്ല. അത്രയും ബുദ്ധിമുട്ടായ കാര്യങ്ങൾ ഇത് തന്നെയാണ് ഇവിടെ. അതെ, യുവാക്കളായിട്ടുള്ള ആളുകളൊക്കെ തന്നെയുണ്ട്. ഒന്ന് പറ. ഭയങ്കര മഴയാണ്. ഇത് എന്താ പതി? ഞങ്ങൾ ക്ലാസ്സിന് വന്നാണ്. മഴ പെയ്തിട്ട് ക്ലാസ്സിന് വന്നാണ്. വണ്ടിയൊക്കെ ഇറക്കാൻ പറ്റും. വണ്ടി കട കയറ്റിച്ചിട്ടുണ്ട്. നാശായി. ഓണാണിയാ. നല്ല ബുദ്ധിമുട്ടാണ്. വെള്ളക്കെട്ട് ഇതുവരെ ഒന്നും കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ ഇന്നാണ് ഇപ്പൊ ഇത് ആദ്യമായിട്ട്. ഞങ്ങൾ വന്നതിന് ശേഷം ആദ്യമായിട്ട് ഇപ്പൊ എങ്ങനെയാണ് വണ്ടി ഓഫായി. ഞങ്ങൾ 9 മണിക്ക് ക്ലാസ്സിന് പോകണ്ടാണ്. ഞാൻ കുറെ നേരമായിട്ട് ഞങ്ങൾ ഇവിടെ നിൽക്കുകയാണ്. നല്ല പണി കിട്ടി. ഓക്കെ. ഇതാണ് നമുക്ക് ഈ വെള്ളക്കെട്ട് കണ്ടാൽ തന്നെ അറിയാം. ആളുകളുടെ ടൂ വീലറുകളൊക്കെ തന്നെ ഓഫായി പോകുന്ന ഒരു അവസ്ഥയിലാണുള്ളത്. വലിയ വാഹനങ്ങൾക്കും ഇവിടെ ഒരു രക്ഷയുമില്ല. ഇവിടുത്തെ ചില പോക്കറ്റ് റോഡുകൾ കൂടി ഞാൻ കാണിച്ചു തരാം. ഈ പോക്കറ്റ് റോഡുകളിൽ വലിയ രീതിയിലുള്ള വെള്ളക്കെട്ടാണ്. അതായത് ഈ റോഡുകൾ പൂർണ്ണമായും മുങ്ങിയ അവസ്ഥയിലാണ്. നമുക്ക് നേരത്തെ ഇവിടെ ചില വാഹനങ്ങളൊക്കെ ഈ വഴി വന്നിരുന്നു. പക്ഷെ അവരുടെ വാഹനങ്ങൾ ഇവിടെ എവിടെയാണ് കുഴികൾ എന്ന് കൃത്യമായിട്ട് അറിയില്ല. അതുകൊണ്ട് തന്നെ ആ വാഹനങ്ങളൊക്കെ ഇവിടെ വെച്ച് സ്കിഡാവുന്ന അവസ്ഥയുണ്ടായിരുന്നു. ആ വാഹനങ്ങളൊക്കെ ചില കുഴികളിലൊക്കെ വീഴുന്ന അവസ്ഥയുണ്ടായിരുന്നു. നമുക്ക് മുന്നിൽ കാണുന്ന ആ ചേട്ടന്റെ മുട്ട് കണ്ടാൽ അറിയാം. അതായത് വിജീഷ, ക്യാമറ ഒന്ന് അങ്ങോട്ട്. ആ ചേട്ടന്റെ മുട്ടിന് ഒപ്പം വെള്ളം എത്താറായിട്ടുണ്ട്. ഇവിടുന്ന് ബൈക്ക്, അത് ഇരുചക്ര വാഹനം പോകാനുള്ള വലിയ ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുണ്ട്. അതാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അതായത് ഈ ഭാഗത്തേക്ക് നേരത്തെ വന്ന വാഹനങ്ങളെല്ലാം തന്നെ വലിയ ബുദ്ധിമുട്ട് നേരിട്ടിരുന്നു. അതുകൊണ്ട് പല വാഹനങ്ങളും ഇതുവഴി കടന്നു പോയില്ല. ടൂ വീലറുകൾക്ക് മാത്രമല്ല, 4 വീലറുകളും വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് ഇങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പലതും കുഴികളിൽ വീഴുന്നുണ്ട്. ഈ റോഡിലൊക്കെ തന്നെ കുഴികൾ കൂടി ഉണ്ട് എന്നതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അതുകൊണ്ട് തന്നെ ആളുകൾക്ക് എവിടെയാണ് റോഡ് എന്ന് മനസ്സിലാകുന്നില്ല. അത് ഏതൊക്കെയാണ് അപകട മേഖല എന്ന് മനസ്സിലാകുന്നില്ല. വലിയ അപകടങ്ങൾ ഉണ്ടാക്കാനുള്ള ഒരു സാധ്യതയുള്ള കുഴികൾ റോഡുകൾ തന്നെയാണ് ഇവിടെയുള്ളത്. ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഏകദേശം 15 ഹോട്ട്സ്പോട്ടുകളാണ് കൊച്ചിയിലുള്ളത്. അതായത് 15 ഹോട്ട്സ്പോട്ടുകൾ എന്ന് പറയുന്നത് വെള്ളം കയറാൻ സാധ്യതയുള്ള, വളരെ പെട്ടെന്ന് തന്നെ വെള്ളം കയറുന്ന 15 ഹോട്ട്സ്പോട്ടുകൾ ഉണ്ട് എന്നാണ് ഹൈക്കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ള റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. അതിന് എത്രയും വേഗം അതിനൊരു തീരുമാനം ഉണ്ടാകണമെന്നാണ് ഹൈക്കോടതിയിൽ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ബെഞ്ചിൽ എത്തിയിരിക്കുന്ന ഹർജിയിൽ പറഞ്ഞിരിക്കുന്നത്. അതിൽ കഴിഞ്ഞ ദിവസം നൽകിയിരിക്കുന്ന കാര്യങ്ങളിൽ ഏറ്റവും വ്യക്തമായി പറയുകയാണെങ്കിൽ അതിൽ നേരത്തെ തന്നെ പൊതുജന പങ്കാളിത്തത്തോടു കൂടിയുള്ള ഒരു തീരുമാനങ്ങൾ അല്ലെങ്കിൽ പ്രവർത്തനങ്ങൾ ഈ കൊച്ചിയിലെ വെള്ളക്കെട്ടുമായി ബന്ധപ്പെട്ട് ഉണ്ടാകണം എന്നതാണ് ഹൈക്കോടതിയുടെ നിരീക്ഷണം. അത് സംബന്ധിച്ച റിപ്പോർട്ടും കഴിഞ്ഞ ദിവസം നൽകിയിരുന്നു. എന്തായാലും ഈ റിപ്പോർട്ടിന്റെ കൂടി അടിസ്ഥാനത്തിൽ കൂടുതൽ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്ന് കൂടുതൽ തീരുമാനങ്ങൾ ഉണ്ടാകുമെന്നാണ്
പ്രതീക്ഷിക്കുന്നത്. ആതിര. അശ്വതി, കനത്ത മഴ തുടരുകയാണ്. പലയിടങ്ങളിലും വെള്ളക്കെട്ട് രൂക്ഷമാണ്. ജില്ലയിൽ ഏതെങ്കിലും തരത്തിലുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ നൽകിയിട്ടുണ്ടോ? നിലവിൽ ഇന്നത്തെ മഴ എന്ന് പറയുന്നത് വളരെ കുറച്ച് നേരമായിട്ടുള്ളൂ. ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്ന് വലിയ നിർദ്ദേശങ്ങൾ എന്ന് പറയുന്നത് ഇന്ന് ഏറ്റവും പുതുതായിട്ട് ഉണ്ടായിട്ടില്ല. ജില്ലയിൽ ഒരു ദുരിതാശ്വാസ ക്യാമ്പാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നത്. അത് കാക്കനാടാണ് അത്തരത്തിലൊരു ദുരിതാശ്വാസ ക്യാമ്പ് ഉണ്ടായിരുന്നത്. മറ്റ് കാര്യങ്ങൾ എന്ന് പറയുന്നത് ഈ മരങ്ങൾ വീഴുന്നതുമായി ബന്ധപ്പെട്ടാണ്. അത് വെട്ടിമാറ്റുന്നതും അതുപോലെ തന്നെ ഈ അപകടകരമായ ചില്ലകൾ വെട്ടിമാറ്റുന്നതുമായി ബന്ധപ്പെട്ടുള്ള നിർദ്ദേശങ്ങൾ നേരത്തെ തന്നെ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നുണ്ട്. ഒപ്പം തന്നെ ആളുകൾ ജാഗ്രത പാലിക്കണം. അപകടകരമായ മേഖലകളിലുള്ള ആളുകൾ അവിടുന്ന് എത്രയും വേഗം മാറി താമസിക്കണം, ക്യാമ്പുകളിലേക്ക് മടങ്ങണം തുടങ്ങിയ കാര്യങ്ങളാണ് ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. മാത്രമല്ല ഈ മഴക്കാല ജന്യ രോഗങ്ങൾ പലതുമുണ്ട്. അത്തരം രോഗങ്ങൾക്ക് എതിരെയുള്ള നടപടിക്രമങ്ങൾ, പ്രതിരോധ പ്രവർത്തനങ്ങൾ എല്ലാം ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. ആ നിർദ്ദേശങ്ങളും ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട്. എന്തായാലും ഇന്നത്തെ മഴയെ സംബന്ധിച്ച മറ്റു കാര്യങ്ങളൊന്നും തന്നെ നിലവിൽ പുറപ്പെടുവിച്ചിട്ടില്ല. അത് ഉടൻ തന്നെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മാത്രമല്ല ഈ മഴ ഇങ്ങനെ കനക്കുകയാണെങ്കിൽ ഒരു പക്ഷേ വീണ്ടും ദുരിതാശ്വാസ ക്യാമ്പുകളും മറ്റും ഇതിനേക്കാൾ കൂടുതൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഏറ്റവും ഒടുവിൽ 2 ദുരിതാശ്വാസ ക്യാമ്പാണ് ഉണ്ടായിരുന്നത്. അതിൽ മഴ കുറഞ്ഞതിനെ തുടർന്നാണ് ഒരു ദുരിതാശ്വാസ ക്യാമ്പ് പിരിച്ചുവിട്ടത്. എങ്കിലും ആലുവയിലുള്ള ദുരിതാശ്വാസ ക്യാമ്പ് തുടരുകയാണ്. ആതിര. ശരി, അശ്വതിയാണ് വിവരങ്ങൾ നൽകിയത്. കൊച്ചിയിൽ കനത്ത മഴ തുടരുകയാണ്. പലയിടങ്ങളിലും വെള്ളക്കെട്ട് രൂക്ഷമാണ്.